സാധാരണയായി മുഖത്ത് കവിൾ, മൂക്ക്, താടിയുടെ വശങ്ങൾ, നെറ്റി എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഒരു ഹൈപ്പർ പിഗ്മെന്റേഷനെയാണ് നമ്മൾ മെലാസ്മ അഥവാ കരിമംഗല്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ചെറിയ സ്പോട്ടായിട്ട് ആരംഭിക്കുകയും പിന്നീട് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. പാരമ്പര്യം, ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ തൈറോയിഡ് ഡിസോർഡേഴ്സ്, ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസിന്റെ യൂസ്, അതിലേക്ക് ഗർഭധാരണം, പിന്നെ ഈ ആർത്തവ വിരാമം, അതാണ് മിഡിൽ ഏജ്ഡ് ഫീമെയിൽസിൽ കൂടുതലായിട്ട് ഈ മെലാസ്മ കണ്ടുവരുന്നത്. പിന്നെ മാനസിക സമ്മർദ്ദം, ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് അമിതമായോ നിരന്തരമായോ ഉള്ള സൂര്യപ്രകാശം തന്മൂലം ചർമ്മത്തിന് നിറം നൽകുന്ന മെലനോസൈറ്റ്സ് എന്ന കോശങ്ങൾ അമിതമായി മെലാനിൻ ഉൽപ്പാദിപ്പിക്കുകയും അത് പുറമേക്ക് ഒരു ഹൈപ്പർ പിഗ്മെന്റേഷനായി കാണപ്പെടുകയും ചെയ്യുന്നു. പകൽ സമയം പരമാവധി വെയിൽ കൊള്ളാതിരിക്കുക എന്നുള്ളതാണ് മെലാസ്മയുടെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ്. പുറത്തിറങ്ങുമ്പോൾ ഹാറ്റ്സ്, മാസ്ക്, അംബ്രല്ല ഇതൊക്കെ യൂസ് ചെയ്ത് ശീലമാക്കുക. ഓവർ ദി കൗണ്ടറായി ലഭിക്കുന്ന പല ക്രീംസിലും സ്റ്റിറോയിഡ് കണ്ടന്റ് ഉണ്ട്. ഇത് തുടക്കത്തിൽ നല്ല റിസൾട്ട് തരുമെങ്കിലും ലോങ് ടേമിൽ പല വിധത്തിലുള്ള സൈഡ് എഫക്ട്സിന് കാരണമായേക്കാം. കെമിക്കൽ പീലിംഗ്, ലേസർ ടോണിംഗ്, PRP വിത്ത് മൈക്രോമീഡിയം, ഇഞ്ചക്ഷൻ ട്രൈസമിക് ആസിഡ് ഇതൊക്കെ ടോപ്പിക്കൽ തെറാപ്പിയുടെ കൂടെ തന്നെ അഡ്ജന്റ് ആയിട്ട് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറ്. ഒറ്റ സെഷനിൽ അപ്രത്യക്ഷമാകുന്ന ഒരു അസുഖം ഒന്നുമല്ല മെലാസ്മ. ഒരു ഡെർമറ്റോളജിസ്റ്റ് സൂപ്പർവിഷനിൽ മൾട്ടിപ്പിൾ സെഷൻസിലായിട്ടാണ് ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ